ഇന്നലത്തെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ ചിക്കൻ വറുത്ത് കോരിയതാട്ടോ. അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്ന് ചിക്കൻ ഒന്ന് മസാലയൊക്കെ തേച്ച് വറുത്ത് കോരി എടുത്ത് നോക്കാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് വെറുതെ പറയല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങനെ ഒരു ഉരലെടുക്കുക, ഉരലെടുക്ക് ഇത്തിരി പെരിഞ്ചീരകം, ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇത്തിരി കരിവേപ്പിനിൽ നന്നായിട്ട് ചതക്കിയെടുക്കുക. അത് രണ്ടും കൂടി ചതക്കിയിട്ട് പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ അതിൽ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് കടലപ്പൊടി ആയിട്ട് ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, പിന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ, ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ഇട്ട് നന്നായി മസാല തേച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് മസാല കയറിക്കട്ടെ. ഈ മുളക് ഉണ്ടല്ലോ പച്ചമുളക്, ഈ പച്ചമുളക് കയറിയിട്ട് അതിൽ ഇത്തിരി ഉപ്പും പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കണം കേട്ടോ. ഞാൻ ഒഴിച്ചിരുന്നത് നല്ല രസമാണ്. ഈ ചിക്കൻ്റെ കൂടെ ഇതിങ്ങനെ കടിച്ച് തിന്നാൻ. കരിവേപ്പിലയിൽ ചിക്കനും ഇതും നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി ആയതുകൊണ്ട് പിന്നെ എരിവ് കുറവാണല്ലോ. അപ്പോൾ ഈ പച്ചമുളക് കടിക്കുമ്പോൾ നല്ല രസമാണ്. ഓ എന്തൊരു ടേസ്റ്റ് ചെയ്യുന്നു റബ്ബേ, പറയാൻ വയ്യ. അമ്മായത്തെ ടേസ്റ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് എന്നും പറഞ്ഞ മാതിരി തന്നെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് അടിപൊളിയാണ്.